ജോർജിന്റെ അന്ത്യശാസനം, കെ.എം. മാണിയുടെ അന്ത്യശാസനം, മുഖ്യമന്ത്രി വിദേശത്ത് നിന്ന് തിരിച്ചെത്തിയാൽ തീരുമാനം, UDF എന്തു ചെയ്യും? ഇന്നും ആശങ്ക തുടരുക തന്നെയാണ്. ആർക്കാണ് ഏറ്റവും കൂടുതൽ സ്കോർ എന്നുള്ളത് തന്നെയാണ് ഇന്നും കണക്കാക്കാൻ നോക്കിയത്. എന്തായാലും ഏപ്രിൽ 6 തിങ്കളാഴ്ച ഈസ്റ്റർ കഴിഞ്ഞ് ആരാണ് ഉയർത്തെഴുന്നേൽക്കുക എന്നുള്ള വലിയ ചോദ്യത്തിലേക്ക് ഇന്നും കേരള രാഷ്ട്രീയം PC ജോർജ് വിഷയത്തിൽ ചെന്നെത്തി നിൽക്കുന്നു. ചർച്ചയിൽ പങ്കെടുക്കുന്നത് കേരള കോൺഗ്രസ് നേതാക്കൾ ശ്രീ തോമസ് ചാഴിക്കാടൻ, ശ്രീ ഭാസ്കരപിള്ള, ഒപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ R. അജിത് കുമാർ. മറ്റ് നേതാക്കൾ ടെലിഫോൺ ലൈനിലും ചേരും. ഏറ്റവും ആദ്യം ശ്രീ ഭാസ്കരപിള്ളയിലേക്ക്. ശ്രീ ഭാസ്കരപിള്ള, എന്താണ് ഇന്ന് PC ജോർജ് ഏറ്റവും ഒടുവിൽ വൈകുന്നേരം പറഞ്ഞതായി ചില മാധ്യമങ്ങളിൽ കാണുന്നത്? പഴയ സെക്യുലർ ഈ മുന്നണിയിൽ തന്നെ തുടർന്നു പോകാൻ അനുവദിക്കണം, MLA സ്ഥാനം സംരക്ഷിച്ച് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള ഉപാധികളാണോ ഇപ്പോൾ വച്ചിരിക്കുന്നത്? അത് എത്രത്തോളം ശരി? കേരള കോൺഗ്രസ് എമ്മിനകത്ത് ഇപ്പോൾ നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ രാഷ്ട്രീയമായി നിലനിൽപ്പിന് വേണ്ടി കേരള കോൺഗ്രസ് സെക്കുലർ പുനഃസംഘടിപ്പിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ അതിനു മുമ്പ് കേരള കോൺഗ്രസിനും എമ്മിനകത്ത് PC ജോർജ് ചെയ്ത തെറ്റെന്താണ് എന്ന് ബഹുമാനപ്പെട്ട മാണി സാർ കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. എന്ത് തെറ്റാണ് PC ജോർജ് ചെയ്തത്? പാർട്ടി വിരുദ്ധ പ്രവർത്തനം വല്ലതും നടത്തിയോ? ഏത് രീതിയിലുള്ള തെറ്റാണ് ചെയ്തതെന്ന് ജനത്തെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ബാധ്യത ബഹുമാനപ്പെട്ട പാർട്ടി ചെയർമാൻ മാണി സാറിനുണ്ട്. അത് അദ്ദേഹം ചെയ്യേണ്ടതാണ്. ഇനി കേരള കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഒത്തുചേർന്ന് പോകാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ രാഷ്ട്രീയമായി നിൽക്കുന്നതിന് വേണ്ടി കേരള കോൺഗ്രസ് സെക്കുലർ രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരും. അത് PC ജോർജ് ഇപ്പോൾ അതിന് തയ്യാറായില്ലെങ്കിൽ പോലും ഞങ്ങൾ കേരള കോൺഗ്രസ് പാർട്ടി സെക്കുലർ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ശ്രീ തോമസ് ചാഴിക്കാടൻ, ഇതാണിപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. കേരള കോൺഗ്രസ് സെക്കുലർ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്. എന്തായാലും പ്രശ്നം അവിടെ നിൽക്കട്ടെ. എന്താണ് PC ജോർജ് ചെയ്ത തെറ്റ്? ബഹുമാനായ കെ.എം. മാണി സാറിനെതിരെ ആരോപണമുണ്ടായപ്പോൾ മുതൽ ബഹുമാനായ ശ്രീ PC ജോർജ്, പാർട്ടിയുടെ വൈസ് ചെയർമാൻ, പാർട്ടിക്കും UDFനും നിരക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക. UDF നേതാക്കന്മാർക്കെതിരെ നിരന്തരമായി അദ്ദേഹം ഓരോ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, ഓരോ തരത്തിലുള്ള കമൻറ്റുകൾ ഉന്നയിച്ചുകൊണ്ട് UDF നേതാക്കന്മാരെ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോയി. അന്നൊന്നും നടപടിയെ സ്വീകരിക്കുവാനോ ഏതെങ്കിലും രീതിയിൽ ശ്രീ PC ജോർജിൻ്റെ എതിരായി നടപടി സ്വീകരിക്കുവാനോ കേരള കോൺഗ്രസ് പാർട്ടി തയ്യാറായില്ല. അതിനു വേണ്ടി അദ്ദേഹത്തിന് കൂടുതൽ സമയം കൊടുക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രത്യേകമായ സാഹചര്യത്തിൽ ബഹുമാനായ മാണി സാറ് രാജിവെക്കേണ്ടി വരും, ബഹുമാനായ മാണി സാറ് ജയിലിൽ പോകേണ്ടി വരും എന്നൊക്കെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട വൈസ് ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ ആർക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്ന് വളരെ വ്യക്തമായി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ഇന്ന് പാർട്ടി അദ്ദേഹത്തിനൊരു മുന്നറിയിപ്പ് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഇന്നും പാർട്ടിയുടെ വൈസ് ചെയർമാൻ തന്നെയാണ്. അദ്ദേഹത്തിന് പാർട്ടിയുടേതായി ലഭിച്ച ഗവൺമെൻറ് ചീഫ് വിപ്പ് എന്ന ആ സ്ഥാനവും അതുപോലെ തന്നെ UDFൽ പ്രതിനിധാനം ചെയ്യാനുള്ള അർഹതയും അത് തിരിച്ചെടുക്കുക മാത്രമാണ് ഇന്ന് പാർട്ടി ചെയ്തിട്ടുള്ളത്. അല്ലാതെ മറ്റു തരത്തിലൊന്നും പോയിട്ടില്ല. അദ്ദേഹം ഇന്ന് സെക്കുലർ രൂപീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സെക്കുലർ രൂപീകരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ട സാഹചര്യമൊന്നുമില്ല. തീർച്ചയായും നമുക്ക് ഭാസ്കരപിള്ളയോട് ചോദിക്കാം. പക്ഷേ അതിനു മുമ്പ് ശ്രീ തോമസ് ചാഴിക്കാടൻ, ഒരു കാര്യം കൂടി ശ്രീ PC ജോർജ് ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെയുള്ള PC ജോർജിന്റെ എല്ലാ പ്രതികരണങ്ങളും കെ.എം. മാണി സാറിന്റെ അറിവോടുകൂടിയായിരുന്നു. കഴിഞ്ഞ 4 വർഷം ശിഥിലീകരിക്കുന്ന രീതിയിൽ പറഞ്ഞ പ്രസ്താവനകളെല്ലാം കെ.എം. മാണി സാർ കൂടി അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തെ ചില ഘട്ടങ്ങളിൽ കെ.എം. മാണി സാർ വിളിച്ച് അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് വിശ്വസിക്കേണ്ടി വരില്ലേ? ഇത്രയും കാലം ഉള്ള UDFനെതിരെ ഉള്ള കാര്യങ്ങൾ ഒന്നും പറഞ്ഞപ്പോൾ കെ.എം. മാണി സാർ ഒരു നടപടിയും എടുത്തില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അത് മാണി സാർ അംഗീകരിക്കുകയായിരുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഒരിക്കലും അങ്ങനെയാണ് ധരിക്കേണ്ട കാര്യവുമില്ല. ബഹുമാനായ മാണി സാറ് ഇന്നും മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നല്ലോ. അദ്ദേഹം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. അദ്ദേഹം പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ. തുടർച്ചയായി
UDF-നെതിരായി, കേരള കോൺഗ്രസ് പാർട്ടിക്കെതിരായി, പാർട്ടി നേതൃത്വത്തിനെതിരായി പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് പോകുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകാവുന്ന ഒരു പരിണാമം മാത്രമാണ് ഇന്ന് ശ്രീ PC ജോർജിന് ഉണ്ടായിട്ടുള്ളത്. അത് മാത്രമാണ് മാത്രമാണോ അത് തിരിച്ചറിഞ്ഞത്? കോൺഗ്രസിലെ നേതാക്കൾ തന്നെ, കോൺഗ്രസ് തന്നെ മുമ്പ് പറഞ്ഞല്ലോ PC ജോർജിനെ നിലയ്ക്ക് നിർത്തണം, പുറത്താക്കണം എന്നുള്ള കാര്യം, ചീഫ് സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നൊക്കെ പറഞ്ഞല്ലോ. അന്ന് കേൾക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹം പലതവണ ശ്രീ PC ജോർജുമായി സംസാരിച്ചിട്ടുണ്ട്. PC ജോർജ് ഇത്തരം പ്രസ്താവനകളുമായി മുമ്പോട്ട് പോകരുത് എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അങ്ങനെ നിർദ്ദേശിക്കുവാൻ പലതവണ മുതിർന്നിട്ടുണ്ട്. അങ്ങനെ മുതിർന്നപ്പോൾ ചില അവസരങ്ങളിൽ ശ്രീ PC ജോർജ് തൻ്റെ സൗകര്യത്തിനനുസൃതമായിട്ട് കുറച്ചു കാലത്തേക്ക് മൗനം പാലിച്ച സാഹചര്യവും നമ്മൾ കണ്ടിട്ടുണ്ട്. കുറച്ച് മണിക്കൂർ നേരത്തേക്ക്. ശ്രീ ഭാസ്കര പിള്ള അതിനൊരു മറുപടി പറഞ്ഞിട്ട് ശ്രീ അജിത് കുമാറിലേക്ക് വരാം. ശ്രീ ഭാസ്കര പിള്ള. ബഹുമാനപ്പെട്ട ചാഴിക്കാടൻ സൂചിപ്പിച്ച ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ഒന്ന്, UDF നേതാക്കളെ ബാർ കോഴ ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് PC ജോർജ് തെറ്റായ രീതിയിൽ പറഞ്ഞു എന്നുള്ളതാണ്. രാഷ്ട്രീയ ഗൂഢാലോചന നടന്നു എന്ന് പറഞ്ഞത് PC ജോർജ് പറയുന്നതിനേക്കാൾ മുമ്പ് ബഹുമാനപ്പെട്ട മാണി സാറാണ് പറഞ്ഞത്. രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്, അതാരൊക്കെയാണ് എന്നുള്ള കാര്യം ഞാൻ പിന്നീട് പറയും എന്ന് പറഞ്ഞതും ശ്രീ KM മാണി തന്നെയാണ്. അതിനകത്ത് PC ജോർജിനെ കുറ്റപ്പെടുത്തിയിട്ട് എന്നാ കാര്യം? അതുപോലെ തന്നെ KM മാണി രാജിവെക്കേണ്ടതായിരുന്നു എന്ന് PC ജോർജ് പറഞ്ഞു. എപ്പോൾ പറഞ്ഞു? ആ പറഞ്ഞതിൻ്റെ കാരണം ബഹുമാനപ്പെട്ട മാണി സാറും PC ജോർജും തമ്മിൽ ആലോചിച്ച്, അപ്പോൾ PC ജോർജിൻ്റെ അടുത്ത് മാണി സാർ പറഞ്ഞു ഞാൻ രാജിവെക്കാൻ സന്നദ്ധനാണ്. PC ജോർജും പറഞ്ഞു ഞാനും രാജിവെക്കാൻ സന്നദ്ധനാണ്. അപ്പോൾ ഞാൻ അറിഞ്ഞിടത്തോളം ശരിയാണോ എന്നെനിക്ക് പൂർണ്ണ വ്യക്തതയില്ല. PJ ജോസഫുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു എൻ്റെ പേരിൽ അഴിമതി ആരോപണമൊന്നുമില്ല, അതുകൊണ്ട് ഞാനിപ്പം രാജിവെക്കേണ്ട കാര്യമില്ല. എങ്കിൽ പോലും ഒരു സമ്മർദ്ദ തന്ത്രം എന്നുള്ള രീതിയിലാണ് മാണി സാറ് രാജിവെക്കാൻ പോകുന്നു എന്നുള്ള രീതിയിൽ PC ജോർജുമായിട്ട് സംസാരിച്ചതും അവരൊരു ധാരണയിലെത്തിയതും. ആ സമ്മർദ്ദ തന്ത്രമല്ല, അത് ശരിയായ രീതിയിൽ അന്വേഷണത്തിൽ ഫലപ്രദമായി ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചെടുക്കാൻ നല്ലതാണ് എന്ന് കരുതിക്കൊണ്ട് PC ജോർജ് പറഞ്ഞു സാറ് രാജിവെക്കേണ്ടതായിരുന്നു. രാജിവെച്ച അന്വേഷണത്തെ നേരിട്ട് കഴിഞ്ഞ് ജനത്തിൻ്റെ വിശ്വാസം ആർജിച്ചുകൊണ്ട് തിരിച്ചു വരുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് പറഞ്ഞത്. അത് തെറ്റാണോ? ശ്രീ തോമസ് ചാഴിക്കാടൻ ആ കാര്യത്തിൽ ഒരു മറുപടി വേണ്ടതുണ്ട്. ഒപ്പം തന്നെ പല കാര്യങ്ങളും ഇങ്ങനെ PC ജോർജുമായി ചേർന്ന് മാണി സാറിന് താല്പര്യമുള്ള ഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം നടപ്പിലാക്കി എന്നാണ് ഇപ്പോൾ PC ജോർജ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ മറ്റൊരു അഭിമുഖത്തിൽ ശ്രീ PC ജോർജ് പറയുന്നത് കേട്ടു. ശ്രീ തോമസ് ഉണ്ണിയാടനും PC ജോർജും കൂടി KM മാണി സാറിനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി പോയ കാര്യത്തെക്കുറിച്ച്. അത് മറ്റു പക്ഷങ്ങൾ അത് അംഗീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ KM മാണി സാർ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ആഗ്രഹിച്ച് PC ജോർജിനെയും തോമസ് ഉണ്ണിയാടനെയും ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നുള്ള ഒരു വാർത്ത കൂടി, ഒരു കാര്യം കൂടി ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ശരിയാണോ അത്? ഡോക്ടർ ലാൽ ഒന്ന് മനസ്സിലാക്കണം, PC ജോർജ് തൻ്റെ താല്പര്യത്തിനനുസൃതമായി ഓരോ കാര്യങ്ങളും ഓരോ സമയത്തും പറയുന്ന രീതി നമുക്ക് നിരവധി തവണ കാണാൻ കഴിഞ്ഞു. ഇന്നലെ ശ്രീ PC ജോർജ് പറഞ്ഞു മാണി സാർ ജയിലിൽ പോകുന്ന സാഹചര്യം ഉണ്ടാകും, അതനുസരിച്ചുള്ള കാര്യങ്ങളുണ്ടാകുമെന്നൊക്കെ പറഞ്ഞു. ഇന്ന് അദ്ദേഹം പറഞ്ഞു മാണി സാറ് പ്രാർത്ഥിക്കണം, മാണി സാറിനോട് എനിക്ക് വിരോധമൊന്നുമില്ല. അദ്ദേഹത്തിന് ഇഷ്ടമുള്ളപ്പോൾ തോന്നുന്ന രീതിയിൽ കാര്യങ്ങൾ പറയുന്ന രീതിയാണ് ശ്രീ PC ജോർജിനുള്ളത്. അദ്ദേഹം ഇതിനു മുമ്പ് ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ മാണി സാറ് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്, അല്ലെങ്കിൽ മാണി സാറ് എൻ്റെ അനുഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്തത് എന്ന് ഇതിനു മുമ്പ് ഒരിക്കലും ശ്രീ PC ജോർജ് വെളിപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ PC ജോർജ് പറയുന്നത് ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് തീരുമാനിച്ചതാണ്, രാജിവെക്കാമെന്നൊരു തീരുമാനം എടുത്തിരുന്നു എന്നുള്ള കാര്യം PC ജോർജ് കുറേ ദിവസം കൊണ്ട് പറയുന്നുണ്ട്. ഈ കാര്യം KM മാണി സാർ നിഷേധിച്ചിട്ടില്ല. അങ്ങനെ ഒരു ധാരണ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ബഹുമാനായ മാണി സാറിനെതിരെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾക്ക് യാതൊരു തെളിവും കൊണ്ടുവരുവാൻ ആരോപണം ഉന്നയിച്ചവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഏതാണ്ട് 5 മാസമാവുകയാണ് ആരോപണം. തോമസ് ചാഴിക്കാടൻ, ഞാൻ തിരിച്ചെത്താതിനു മുമ്പ് ശ്രീ അജിത് കുമാർ, ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് അങ്ങ് ഈ സംഭാഷണങ്ങൾ കേട്ട് PC ജോർജിന്റെ ഏറ്റവും ഒടുവിലത്തെ ഈ നിലപാട് കാണുമ്പോൾ ഒന്നിൽ PC ജോർജിനെ പുറത്താക്കണം KM മാണി സാർ, അതാണ് ചെയ്യേണ്ടത്, പുറത്താക്കുക എന്നുള്ള കാര്യം. ഇനി വൈസ് ചെയർമാനായി അവിടെ നിലനിർത്തി, ഒരേ ഒരു വൈസ് ചെയർമാനായി നിലനിർത്തിക്കൊണ്ട് എന്ത് ചെയ്യാനാണ്? അപ്പോൾ അതൊരു ട്രാപ്പാണോ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്?
ഒരു പോരാട്ടമാണ്, ഒരു ഗാംബ്ലിക്കാണ്. അതായത് പി സി ജോർജിൻ്റെ MLA സ്ഥാനം പി സി ജോർജ് രാജിവെച്ചാൽ പോകും. അത് മാണി സാർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവർ പോയി രണ്ട് കളത്തിലായി എന്നുള്ള സത്യം അത് വ്യക്തമായി ശ്രീ ഭാസ്കരൻ പിള്ള തുറന്നു പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പുതിയ വെളിപ്പെടുത്തലുകൾ അതേക്കുറിച്ച് പിന്നെ സംസാരിക്കാം. പക്ഷേ ഇവിടെ പി സി ജോർജ് KM മാണിയുടെ ഗ്രൂപ്പിൽ നിന്ന് മാറിക്കഴിഞ്ഞു, വേറൊരു പാർട്ടിയുടെ ഭാഗമായി കഴിഞ്ഞു. അവിടെ രാജിവെക്കാതിരിക്കാൻ, അദ്ദേഹത്തെ രാജിവെച്ചാൽ MLA സ്ഥാനം പോകും. ആ രാജിവെക്കാതെ UDFിൻ്റെ ഭാഗമായിട്ട് MLA സ്ഥാനം നിലനിർത്തിക്കൊണ്ട് എങ്ങനെ തുടരാം? അതിൻ്റെ മറുപടിയാണ് ശ്രീ ഭാസ്കരപിള്ള പറഞ്ഞത്. എന്താണ്? ഞങ്ങൾ സെക്കുലറാക്കും, പി സി ജോർജ് ഞങ്ങളുടെ ഭാഗമായില്ലെങ്കിലും. അതിനർത്ഥം പി സി ജോർജ് എന്നെ പുറത്താക്കുന്നത് വരെ മാണി സാറിന് തലവേദന ഉണ്ടാക്കും, പുറത്താക്കുന്നത് വരെ അവിടെ പുറത്താക്കിയില്ലെങ്കിൽ MLA സ്ഥാനം പോകും. അങ്ങനെ ഒരു സ്ട്രാറ്റജി ആയിരിക്കും ഉണ്ടാവുക. ഇവിടെയാണ് ഉമ്മൻചാണ്ടി ശ്രമിക്കുന്നത്. പി സി ജോർജിനെ പുറത്താക്കിക്കൊണ്ട് MLA സ്ഥാനം നിലനിർത്തിക്കൊണ്ട് MLA ഒരു സെക്കുലർ പുനരുജ്ജീവിപ്പിച്ചാൽ ഒരു MLA ആകും ആ പാർട്ടിക്ക്. ഒരു MLAക്ക് മന്ത്രിസ്ഥാനത്തിന് അർഹതയുണ്ട് UDFിൽ ഇപ്പോഴത്തെ ഫോർമുല. അപ്പോൾ അത് ചീഫ് വിപ്പാണ്, ആകാം, മന്ത്രിസ്ഥാനത്തിന് തുല്യമാണ്. അങ്ങനെ അനുരഞ്ജനത്തിലൂടെ പി സി ജോർജിനെയും KM മാണിയെയും മാണിക്ക് ധൈര്യത്തോടെ അവകാശപ്പെടാം, പി സി ജോർജിനെ എൻ്റെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. അതോടൊപ്പം തന്നെ പി സി ജോർജിന് പറയാം ഞാൻ സെക്കുലറുമായിട്ട് പോകുന്നു, മാണിക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഭാസ്കരപിള്ള, ഇപ്പോൾ ഇത്രയധികം പ്രശ്നങ്ങളുള്ള ഒരു മാണി സാറിനെ കുറിച്ചാണ് പി സി ജോർജ് പറയുന്നത്. രാജിവെക്കേണ്ട ആൾ ഈ ഘട്ടത്തിൽ, അല്ലെങ്കിൽ നേരത്തെ തന്നെ രാജിവെക്കേണ്ടതായിരുന്നു, പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ധാർമ്മികമായിട്ടാണെങ്കിൽ കൂടി. ഇപ്പോൾ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞു, ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോഴും വൈസ് ചെയർമാനായി തന്നെ തുടരുന്നു. മാന്യതയുണ്ടോ എന്നൊരു ചോദ്യം കഴിഞ്ഞ ദിവസം ഞാൻ പി സി ജോർജിനോട് ചോദിച്ചതാണ്. അദ്ദേഹം തന്നെ അതിൽ സംശയം പ്രകടിപ്പിച്ചതാണ്. ചീഫ് വിപ്പായി തുടരുന്നതിലെ കാര്യം മാത്രമാണ് അദ്ദേഹം UDF തന്നതാണെന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് MLA ആയി തുടർന്നുകൊണ്ട് ഇപ്പോഴും അഴിമതിക്കെതിരെയുള്ള പോരാട്ടം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പി സി ജോർജിന് എങ്ങനെ രാജിവെക്കാതെ അവിടെ നിൽക്കാൻ പറ്റും? അഴിമതിക്കെതിരെ പോരാടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ധൈര്യമായിട്ടും അഭിമാനത്തോടു കൂടി അവിടെ നിൽക്കാൻ കഴിയില്ലേ? അതല്ലേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിൻ്റെയും രാഷ്ട്രീയ പാർട്ടിയുടെ ൻ്റെയും ഏറ്റവും വലിയ സമ്പത്ത്. അഴിമതിക്കെതിരെ പോരാടുക എന്നുള്ളത് നിസ്സാര കാര്യമാണോ? കേരള കോൺഗ്രസ് പാർട്ടിയുടെ വൈസ് ചെയർമാൻ എന്നുള്ള രീതിയിൽ ഇന്ന് പി സി ജോർജ് അഴിമതിയുടെ ആരോപണമുള്ള ചെയർമാനാണ് ആ പാർട്ടിക്കുള്ളത്. ആ പാർട്ടിയിൽ തന്നെ തുടരണമെന്ന് വാശി എന്തുകൊണ്ടാണ്? അല്ല, KM മാണി സാർ അഴിമതി കാണിച്ചു എന്ന് ഞങ്ങൾ ആരും പറയുന്നില്ല. പക്ഷേ അഴിമതി ആരോപണം ഉള്ളപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ എന്നുള്ള രീതിയിൽ ആ ആരോപണത്തിൽ നിന്നും മുക്തനായി കേരളത്തിലെ ജനങ്ങളുടെ പൂർണ്ണ വിശ്വാസം എടുത്തുകൊണ്ട് രംഗത്തേക്ക് ചെയ്യാൻ തയ്യാറല്ലല്ലോ, അത് ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. ആ നിലയ്ക്ക് ആ സംശയം അവിടെ തന്നെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള ചെയർമാന്റെ കീഴിൽ പിന്നെയും എന്തിന് ശ്രീ പി സി ജോർജ്? അല്ല, അതിനുവേണ്ടിയാകാം മാണി സാറും പി സി ജോർജ് കൂടെ ആലോചിച്ച് രണ്ടുപേരും രാജിവെക്കുന്നതിനെ കുറിച്ച് തീരുമാനിച്ചതും ആ രാജിക്കാരും പി സി ജോർജ് പുറത്തു വിട്ടുപോയി. ശുദ്ധനായതുകൊണ്ട് പറഞ്ഞു പോയതാ. ഇതിനകത്ത് സമ്മർദ്ദം ഉണ്ടാകണം എന്നുള്ള ഒരു രീതിയിൽ ചിന്തിച്ചുകൊണ്ടല്ല പി സി ജോർജ് അതിനെ നേരിട്ടത്. അത് ശുദ്ധനായ അദ്ദേഹം പറഞ്ഞു KM മാണി രാജിവെക്കേണ്ടതായിരുന്നു. പണ്ട് LDF മന്ത്രിസഭയിൽ PJ ജോസഫിന് ഇങ്ങനെ ഒരു അനുഭവം വന്നപ്പോൾ അതിന്റെ ഉത്തരം നമുക്ക് ഈ ഇടവേളയിൽ കിട്ടുമെന്ന് തോന്നുന്നില്ല. ഞാൻ അതിലേക്ക് തിരിച്ചു വരാം. ശ്രീ തോമസ് ചാഴിക്കാടൻ, ഇതേ അവസ്ഥ തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഉത്തരം കിട്ടുമോ എന്ന് ഞാൻ നോക്കുകയാണ്. എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല? KM മാണി സാറിന് എന്തൊക്കെ പറഞ്ഞു? എൻ്റെ അപ്പനാണോ എന്ന് ചോദിച്ചു, എൻ്റെ അധ്യാപകനാണോ എന്നെ ശിക്ഷിക്കാനെന്ന് ചോദിച്ചു. ഇപ്പോഴും അവിടെ തന്നെ തുടരുന്നു. പുറത്താക്കാത്തത് എന്തുകൊണ്ട്? അദ്ദേഹത്തെ പുറത്താക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ടവരും പറയുന്നുണ്ട് ഞങ്ങൾ സെക്കുലർ രൂപീകരിക്കാൻ പോവുകയാണ്, ഞങ്ങൾ സെക്കുലർ പാർട്ടിയായി മാറാൻ പോവുകയാണ്, ഞങ്ങൾ സെക്കുലർ പാർട്ടി എന്ന നിലയിലാണ്. എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല? അവർ വേറെ പാർട്ടി നടത്തുകയോ തുടരുകയോ തുടങ്ങുകയോ ഒക്കെ ചെയ്തോട്ടെ. പക്ഷേ നിങ്ങളുടെ പാർട്ടിയുടെ ചെയർമാൻ അവഹേളിച്ച, ഇപ്പൊ തന്നെ ശിക്ഷ കൊടുക്കണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ച, നേരത്തെ പറഞ്ഞതുപോലെ രാജിവെക്കണമെന്ന് പരസ്യമായി പറയുക, അഴിമതിയുടെ പേരിൽ ബാർ ഉടമയാണെങ്കിൽ കൂടി പറഞ്ഞ കാര്യങ്ങളെ ആവർത്തിച്ച് പറയുക, സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുക, അങ്ങനെയുള്ള ആളിനെ എന്തിന് നിങ്ങൾ പുറത്താക്കാതിരിക്കണം? പി സി ജോർജ് തന്നെ നിരവധി തവണ പറഞ്ഞിട്ടുണ്ട് മാണി സാറ് തെറ്റ് ചെയ്തിട്ടില്ല, മാണി സാറിനെതിരെ ഒരു കള്ളു കച്ചവടക്കാരൻ നടത്തിയ ഒരു ആരോപണം മാത്രമാണ്, അതിൻ്റെ പേരിൽ എന്തിന് രാജിവെക്കണമെന്ന് കൂടി പി സി ജോർജ് പറയണ്ടേ? രണ്ട്, പി സി ജോർജ് അങ്ങനെ പറയുമ്പോഴും അദ്ദേഹം വീണ്ടും രാജിവെക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട്
ഈ പാർട്ടിയെ മോശമാക്കുവാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല, ഇതൊക്കെ പറയുകയും പുറത്താക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടെന്നാണ് ചോദ്യം. ശ്രീ അജിത് കുമാർ, ഇപ്പോൾ സാധാരണ രീതിയിൽ ഇങ്ങനെ ഒരു പാർട്ടിയുടെ MLA-യോ പ്രവർത്തകനോ ചെയർമാനെതിരായി പറഞ്ഞാൽ, PC ജോർജ് പറഞ്ഞതുപോലെയൊക്കെ പറഞ്ഞാൽ, പിന്നെ ആ പാർട്ടിക്കകത്ത് ഒരുമിച്ച് പോവുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇത്ര പരസ്പരം മാധ്യമങ്ങളിലൂടെ അസഭ്യം പറയുന്ന രീതിയിൽ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന അവസ്ഥയിൽ. പക്ഷേ ഇവിടെ ഇപ്പോഴും ഈ കാര്യങ്ങൾ ഇങ്ങനെ തന്നെ നിൽക്കുന്നു. എല്ലാവർക്കും അവരുടേതായ രാഷ്ട്രീയമുണ്ട്. PC ജോർജിനെ പുറത്താക്കിയാൽ അദ്ദേഹം കൂറുമാറ്റ നിരോധനത്തിന് കീഴിൽ വരാത്തത് കൊണ്ട് മാണി സാറിനേക്കാൾ വലിയ മനുഷ്യനായി മാറും. അത് വരാതിരിക്കാൻ വേണ്ടി പുറത്താക്കാതിരിക്കുന്നു. അതേസമയം UDF-ന് അദ്ദേഹത്തിനെ പുറത്ത് കളയാൻ പറ്റില്ല. രാജ്യസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുന്നു, അവിടെ PC ജോർജിന് ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഘട്ടത്തിൽ എന്താണ് ശരിക്കും നടക്കുന്നത്? മുഖ്യമന്ത്രി വലിയൊരു പ്രതിസന്ധിയിലാണോ ഇപ്പോൾ ഉള്ളത്? ഡോക്ടർ ലാൽ, ഒന്ന് കേരള കോൺഗ്രസ് എം 3 പാർട്ടികളുടെ ഒരു കോൺഫെഡറേഷനാണ് ഇപ്പോൾ. ഒന്ന് മാണി സാറിൻ്റെ കേരള കോൺഗ്രസ് എം, 2 PJ ജോസഫിൻ്റെ ജെ, അടുത്തത് PC ജോർജിൻ്റെ സെക്യുലർ. ഈ 3 കേരള കോൺഗ്രസുകളുടെ കോൺഫെഡറേഷൻ ആകുമ്പോൾ ആ അമാൽഗമേഷൻ കറക്റ്റായില്ല എന്നുള്ളതല്ലേ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അതുകൊണ്ട് ഇവിടെ PC ജോർജിൻ്റെ ഒരു നിലപാട്, PC ജോർജിന് സെക്യുലർ പുനരുജ്ജീവിപ്പിക്കണം. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ PC ജോർജ് വൺ വേർഡ് അജണ്ടയേ ഉള്ളൂ, MLA സ്ഥാനം പോകരുത്. തീർച്ചയാണ് അദ്ദേഹത്തിന് MLA സ്ഥാനം സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യമില്ല. അതോടൊപ്പം മാണി സാറിൻ്റെ ലക്ഷ്യം എന്താ? രാജിവെച്ചിട്ട് MLA സ്ഥാനം കളയണം. അപ്പോൾ PC ജോർജ് ഞാൻ MLA സ്ഥാനം രാജിവെക്കാതെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും, മാണി സാറിന് രാജിവെച്ചിട്ട് MLA സ്ഥാനം കളയണം. അതുകൊണ്ടാണ് മാണി സാറ് PC ജോർജിനെ പുറത്താക്കാത്തത്. അല്ലെങ്കിൽ ഇത്രയും മാണി സാറിനെതിരെ പറഞ്ഞൊരു വൈസ് ചെയർമാൻ, അങ്ങനെ ഒരു പാർട്ടിയുണ്ടോ? മാണി സാറ് വൃത്തികെട്ടവരാണെന്ന് PC ജോർജ് പറഞ്ഞു തുടങ്ങിയിട്ട് എത്ര നാളായി? അത് മാത്രമല്ല, മാണി സാറിന് തോമസ് നമ്മുടെ ചാഴിക്കാടൻ പറഞ്ഞ രീതിയിലാണെങ്കിൽ ജയിലിൽ കിടക്കേണ്ട ആളാണ്, അദ്ദേഹത്തെ പുറത്താക്കേണ്ടത്, രാജിവെക്കേണ്ടതായിരുന്നു. പക്ഷേ അങ്ങനെയുണ്ടെങ്കിൽ ആ വൈസ് ചെയർമാനെ വെച്ചു ആ പാർട്ടിയിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട സാധ്യതയുണ്ടോ? ഏതെങ്കിലും പാർട്ടി അങ്ങനെ ചെയ്യുമോ? അപ്പോൾ പുറത്താക്കുന്നതിൽ മാണി സാറ് പുറത്താക്കിയാലും UDF-ൽ PC ജോർജ് നിൽക്കും. അത് മാണി സാറിന് ക്ഷീണമാകും. അപ്പോൾ ഉമ്മൻചാണ്ടി ലക്ഷ്യമാക്കുന്നത് PC ജോർജിനെ എങ്ങനെ സന്തോഷിപ്പിക്കാം, മാണി സാറിനെ എങ്ങനെ സന്തോഷിപ്പിക്കാം, രണ്ടുപേരെ സന്തോഷിപ്പിച്ചുകൊണ്ട് രണ്ടുപേരെയും പാർട്ടിക്കുള്ളിൽ UDF-നുള്ളിൽ എങ്ങനെ നിലനിർത്താമെന്നാണ്. ഇവിടെ ശ്രീ ഭാസ്കരൻ നായർ അദ്ദേഹം വളരെ കൃത്യമായി, സത്യത്തിൽ സ്ഥിരം ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കാത്ത ആളായതുകൊണ്ടായിരിക്കാം അദ്ദേഹം കൂടുതൽ ആർജവത്തോടെയും ക്ലാരിറ്റിയോടെയാണ് കാര്യങ്ങൾ സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് എന്താ? PC ജോർജും ശ്രീ KM മാണിയും കൂടെ യോജിച്ച് നമുക്ക് രണ്ടുപേർക്കും രാജിവെച്ചേക്കാം എന്ന് തീരുമാനിച്ചു. അത് ചാടിക്കാടൻ അതിന് മറുപടി പറഞ്ഞില്ല. അതുകൊണ്ട് അങ്ങനെയെങ്കിൽ ആ രഹസ്യം എന്തുകൊണ്ട് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അദ്ദേഹം പറഞ്ഞു, PJ ജോസഫ് പറഞ്ഞു ഞാൻ അഴിമതി നടത്തിയിട്ടില്ല, ഞാൻ രാജിവെക്കുന്നില്ല, അപ്പോൾ നിങ്ങൾ രണ്ടുപേരും രാജിവെച്ചോ എന്നും അദ്ദേഹം പറഞ്ഞു. അതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇവിടെ PC ജോർജിനെ പുറത്താക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ട ഒരു അവസരമുണ്ട്. ആ സമയത്ത് ശ്രീ മാണി സാറിന് PC ജോർജിനെ പുറത്താക്കാനുള്ള നല്ല അവസരം കിട്ടിയേനെ. അപ്പോൾ PC ജോർജിൻ്റെ കട്ടയും പടവും മടങ്ങിയേനെ, അദ്ദേഹം LDF-ലേക്ക് ഒരു നിരായുധനായി പോകേണ്ടി വന്നേനെ. ഇപ്പോൾ ഇവിടെ മാണി സാറിന് നേരെ അമ്പ് വന്നപ്പോൾ മാത്രമാണ് അദ്ദേഹം അച്ചടക്കത്തിൻ്റെ വാളുമായി രംഗത്തിറങ്ങിയത്. തിരിച്ചെത്താം. ശ്രീ തോമസ് ചാഴിക്കാടൻ, അങ്ങനെ വന്നിട്ട് കൂടി അച്ചടക്കത്തിൻ്റെ വാളിപ്പോൾ ഓങ്ങേണ്ട ഘട്ടം വന്നിട്ട് കൂടി അതത്ര എളുപ്പത്തിൽ നടക്കുന്നില്ല. നിങ്ങൾക്ക് PC ജോർജിനെ നിരായുധനാക്കി വിടാൻ പെട്ടെന്ന് പറ്റുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ അകത്തിട്ട് ട്രാപ്പിൽ പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. പക്ഷേ അതിലും എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇപ്പോൾ ശ്രീ ഭാസ്കരപിള്ള പറഞ്ഞതുപോലെ കേരള കോൺഗ്രസ് സെക്യുലർ പുറത്ത് വളർന്നുകൊണ്ടിരിക്കും. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ വൈസ് ചെയർമാൻ UDF-നകത്ത് നിന്നുകൊണ്ട് MLA ആയി തുടർന്നുകൊണ്ട് ആ കേരള കോൺഗ്രസ് സെക്യുലറിനെ വളർത്തിക്കൊണ്ടിരിക്കും. ചുരുക്കത്തിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ മണ്ണ് ഒലിച്ചു പോകുന്നത് തന്നെയാണ് തുടർന്നും സംഭവിക്കുക. യാതൊരു കാരണവശാലും അങ്ങനെ സംഭവിക്കില്ല. കേരളത്തിലെ ജനങ്ങൾക്കറിയാം, കേരള കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയം അറിയുന്നവർക്കറിയാം ആരോടൊപ്പമാണ് കേരളത്തിലെ ജനങ്ങളെന്ന്. കേരള കോൺഗ്രസ് പാർട്ടിയിലെ പ്രവർത്തകർ ആരോടൊപ്പമാണ് എന്ന് പറയാം, ജനങ്ങൾക്കറിയാം.
ഇന്നലെ ശ്രീ PC ജോർജ് ചില ചാനൽ ചർച്ചകളിൽ ചാനലുകൾക്ക് മുമ്പിൽ പറയുന്നത് കേട്ടു, എന്നോടൊപ്പമാണ് കോട്ടയം ജില്ലയിലെ പോലും മഹാഭൂരിപക്ഷം പാർട്ടി പ്രവർത്തകരുമെന്ന്. എന്തൊരു അല്പത്വമാണ് അദ്ദേഹം ഈ പറയുന്നത്. ഇന്ന് അദ്ദേഹം തൻ്റെ പ്ലേറ്റ് തിരിച്ചു. ഇന്നലെ അദ്ദേഹം പറഞ്ഞു എൻ്റെ കൂട്ടത്തിൽ 3 ചാഴിക്കാട് നിങ്ങളുടെ പാർട്ടിയുടെ വൈസ് ചെയർമാൻ അല്ലേ PC ജോർജ്? അദ്ദേഹത്തിന്റെ കൂടെ 4 ആളുള്ളത് നിങ്ങൾക്ക് സന്തോഷിക്കാൻ വകയുള്ളതല്ലേ ഈ നിമിഷത്തിലും? ഞാനൊന്ന് പറയാനും എന്നെ പൂർത്തിയാക്കാൻ സമ്മതിക്കണം. ഇന്ന് അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഞാൻ ഒരൊറ്റ MLA എന്ന നിലയിലാണ് സെക്യുലർ പാർട്ടി കേരള കോൺഗ്രസ് എമ്മിൽ ലയിച്ചത്. ഞാൻ ഇപ്പോഴും ഒരാൾ മാത്രമേ ഉള്ളൂ, എന്നോടൊപ്പം വേറെ MLA-മാരില്ല എന്ന് പറയുന്നതിനകത്ത് എന്താ കാര്യമിരിക്കുന്നത്? ഞാൻ ഒരാളുമായിട്ട് വന്നു, ഞാനിപ്പോഴും ഒരാളായിട്ട് നിൽക്കുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അദ്ദേഹം അഭിമാനമുള്ള ആളാണെങ്കിൽ കേരള കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിൻ്റെ അധികാര സ്ഥാനങ്ങളിൽ നിന്നും അദ്ദേഹത്തെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട സാഹചര്യമുണ്ടായപ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായും എടുക്കാൻ കഴിയുന്ന ഒരു നടപടിയായിരുന്നു ഈ പ്രസ്ഥാനത്തിൽ നിന്ന് ഞാൻ രാജിവെച്ചു പോകുന്നു എന്ന് പറയാനുള്ള ഒരു ആർജവം. അങ്ങനെ അതേ അഭിമാനവും ആർജവവും നിങ്ങളും കാണിക്കണ്ടേ? നിങ്ങളുടെ പാർട്ടി ചെയർമാനെ അപമാനിച്ച ആളിനെ ഇപ്പോഴും വച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അഭിമാനമല്ലല്ലോ. നിങ്ങൾ അഭിമാനം കാണിക്കൂ. നടത്തിക്കൊണ്ട് അദ്ദേഹം പോവുകയാണ്. ഞങ്ങൾ അദ്ദേഹത്തിനെതിരെ നടപടികൾ സ്വീകരിച്ചു തുടങ്ങി. അദ്ദേഹത്തിനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം തിരിച്ചെടുക്കാൻ തീരുമാനമെടുത്തു. അത് UDF നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി വിദേശത്ത് പോയി തിരിച്ചു വന്നാൽ ഉടനെ അദ്ദേഹത്തെ ചീഫ് വിപ്പ് സ്ഥാനത്തു നിന്ന് നീക്കം ചെയ്യുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് നടക്കുകയും ചെയ്യും. അതിനുശേഷം ബാക്കി കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കും. തീർച്ചയായിട്ടും ശ്രീ ഭാസ്കരപിള്ള, അതാണ് നടക്കാൻ പോകുന്നത്. അതായത് ചിറകരിയുന്നു PC ജോർജിന്റെ ചീഫ് വിപ്പ് സ്ഥാനം പോകും. ബാക്കി അടുത്ത ഘട്ടത്തിൽ അത് നടന്നിട്ട് എന്തായാലും കേരള കോൺഗ്രസ് മാണി പറയുന്നത് പോലെ, മാണി സാർ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി എത്തിയാൽ ഉടനെ അത് സംഭവിക്കും. PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ചീഫ് വിപ്പ് എന്നുള്ളത് ഒരു ആലങ്കാരിക പദമായിട്ട് മാത്രമാണ് ഇപ്പോൾ കയ്യിലുള്ളത്. അദ്ദേഹം തന്നെ വിശദീകരിച്ചു, ഈ 8 MLA-മാർ ഒരുമിച്ച് കൂടി KM മാണിയും PJ ജോസഫും കൂടെ പോയി മുഖ്യമന്ത്രിയുടെ അടുത്തൊന്നും ചെന്ന് ചീഫ് സ്ഥാനത്ത് നിന്ന് PC ജോർജിനെ മാറ്റണമെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. മറിച്ച് നേരിട്ട് മാണി സാർ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചീഫ് സ്ഥാനം രാജിവയ്ക്കുമായിരുന്നല്ലോ എന്ന് വളരെ ക്ലിയറായിട്ട് പറഞ്ഞില്ലേ? സ്നേഹത്തോടു കൂടിയാണ് പറഞ്ഞത്. ഇപ്പോൾ ചാഴിക്കാടൻ പറഞ്ഞു അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് രാജിവെക്കണമെന്നൊക്കെ. എന്തിന്? ഒരു തെറ്റുകാരനാണെങ്കിൽ മാത്രമേ രാജിവെക്കേണ്ട കാര്യമുള്ളൂ. അദ്ദേഹം തെറ്റുകാരനല്ല. ഇപ്പം തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരാണ് എന്നുള്ള കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയാം, ഇരിക്കുന്ന കമ്പ് മുറിച്ചാൽ ഒരുപക്ഷെ ചാടി അടുത്ത കമ്പിലേക്ക് കയറാം, പക്ഷേ ഇരിക്കുന്ന മരം മുറിച്ചാൽ മുഴുവൻ നശിക്കും. അതാണ് ഇന്ന് കേരള കോൺഗ്രസ് മാണി കുറുപ്പിൻ്റെ നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം മറക്കരുത്. നമുക്ക് പഴയ കാലഘട്ടത്തിലെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എൻ്റെ ഉപ്പൂപ്പായ്ക്ക് ഒരു ആനയുണ്ടായിരുന്നു എന്ന് മട്ടിലൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇന്ന് പാർട്ടി അസലായിട്ട് നടുക്കടലിൽ തന്നെയാണ്. അതിനെ രക്ഷിക്കേണ്ട ബാധ്യത എല്ലാവർക്കും ഉണ്ട്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നമ്മൾ ഉൾപ്പെടെ കേരള കോൺഗ്രസ് പാർട്ടിയെ രക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അതിനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുവാൻ പാർട്ടിക്ക് കഴിയണം. ശ്രീ ഭാസ്കരപിള്ള, വളരെ ചെറിയ ചോദ്യമാണ് ശ്രീ തോമസ് ചാഴിക്കാടൻ ചോദിച്ചത്. അത് ചോദിക്കാതിരിക്കാൻ പറ്റില്ല. അഭിമാനം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുന്നതിനപ്പുറം രാജിവെച്ച് പോകണ്ടേ എന്ന് ചോദിക്കുന്നതിനൊരു ഉത്തരം കൊടുക്കേണ്ടി വരും. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ അഭിമാനക്കുറവ് വരേണ്ട കാര്യമുള്ളൂ. തെറ്റ് ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്ത ആളുകളുടെ കൂട്ടത്തിൽ തന്നെ നിൽക്കാനാണോ ഇപ്പോ തീരുമാനിച്ചിരിക്കുന്നത്? അല്ല, PC ജോർജ് പറഞ്ഞത് എന്താണ്? കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആരാധ്യനായ ചെയർമാന്റെ പേരിൽ ഒരു ആരോപണം വന്നപ്പോൾ കേരളത്തിൽ ഒരു വിഭാഗം ജനങ്ങൾ അത് വിശ്വസിക്കുന്നു എന്ന തോന്നലിലൂടെ പോയപ്പോൾ അതിൽ നിന്നും ഒരു കാര്യം കൂടി PC ജോർജ് പറഞ്ഞു, മര്യാദക്കല്ലെങ്കിൽ മാണി ജയിലിൽ പോകുമെന്ന് പറഞ്ഞതിലെല്ലാം ഉണ്ട് എന്ന് അദ്ദേഹം ഇന്ന് ആവർത്തിച്ചിട്ടുണ്ട്. അതായത് മാണി സാർ ജയിലിൽ പോകേണ്ട ഒരാളാണ് എന്ന് PC ജോർജ് വിശ്വസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പറഞ്ഞിട്ടില്ല. ജയിലിൽ പോകേണ്ട ഒരാളാണ് എന്ന് PC ജോർജ് പറഞ്ഞിട്ടില്ല. എന്താണ് അതിന്റെ അർത്ഥം? ഇല്ല, മാണി സാർ ജയിലിൽ പോകേണ്ട ഒരാളാണെന്ന് PC ജോർജ് പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ സന്ദർഭത്തിനനുസരിച്ച് പറഞ്ഞപ്പോൾ ആ രീതിയിൽ ഈ നല്ല രീതിയിലേക്ക് പോകാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും എന്നുള്ള രീതിയിലാണ് സൂചിപ്പിച്ചത്. അല്ലാതെ KM മാണി ജയിലിൽ പോകണമെന്നുള്ള കാര്യത്തിലല്ല. ശ്രീ തോമസ് ചാഴിക്കാടൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, ഇപ്പോൾ ഉള്ള അണികൾ ഒക്കെ മാണി സാറിന്റെ കൂടെയാണ്, PC ജോർജിന്റെ കൂടെ PC ജോർജ് മാത്രം, ഒരുപക്ഷെ ശ്രീ ഭാസ്കരപിള്ളയും എന്നാണ് അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുന്നത്.
അത് കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് അറിയാവുന്നവർക്ക് അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇന്ന് പി സി ജോർജ് അഴിമതിക്കെതിരെ പോരാടുന്ന കേരള കോൺഗ്രസ് പാർട്ടിയുടെ ധീരനായ നേതാവാണ്. ആരും മറച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അതിനകത്ത് നമുക്ക് ഒരു ചങ്കുളുപ്പ് വന്നിട്ടും കാര്യമില്ല. അതേപോലെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയമായ രംഗത്ത് വന്ന് പ്രവർത്തിക്കുന്ന ആളിനെ അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാകണം. മാണി സാർ എന്നു മുതലാണ് പി സി ജോർജിനെ എതിർത്തു തുടങ്ങിയത്? കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ UDF നേതാക്കളെ വിമർശിച്ചപ്പോൾ, മന്ത്രിമാരെ വിമർശിച്ചപ്പോൾ ഒക്കെ തന്നെയും കൈകൊടുത്തുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ടിരുന്ന മാണി സാറ് എപ്പോൾ മുതലാണ് പി സി ജോർജിൻ്റെ ശത്രുവായത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മക്കൾ രാഷ്ട്രീയത്തിനെതിരെ തൻ്റെ ഇടത്തോടുകൂടി അഭിപ്രായം തുറന്നു പറഞ്ഞപ്പോൾ മാത്രമാണ് പി സി ജോർജ് മാണി സാറിന്റെ ശത്രുവായത്. നമുക്ക് മറക്കാൻ കഴിയില്ല. അത് ശ്രീ തോമസ് ചാഴിക്കാടൻ മറുപടി പറയും. ഷാനു മുമ്പ് ശ്രീ അജിത് കുമാർ, എന്തായാലും ഇന്ന് ശ്രീ കോടിയേരി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരിക്കുന്നത് ജോർജിനെ പുറത്താക്കിയാൽ സർക്കാർ നടുക്കടലിൽ ആകും എന്നുള്ളതാണ്. അതായത് പി സി ജോർജിന് ഈ പറഞ്ഞ ഒരു ഇമേജ് ഉണ്ട്. ഇപ്പോൾ അഴിമതിക്കെതിരെ ശബ്ദമുയർത്തുന്ന ഒരു ഇമേജ് ഉണ്ട്. ആ ഇമേജ് ഒരുപക്ഷെ പാർട്ടിയുടെ അണികളിലോ പാർട്ടിയുടെ സംഘടനാ തലപ്പത്ത് നിൽക്കുന്നവരോ ഇപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം കാണിക്കുന്നില്ലെങ്കിൽ കൂടി അദ്ദേഹം പുറത്തിറങ്ങി വന്നാൽ കൂടെ കുറേ പേരുണ്ടാകും എന്നുള്ളൊരു വിശ്വാസവും അതിൻ്റെ ബലവുമല്ലേ ഇപ്പോൾ പി സി ജോർജ് കാണിക്കുന്നത്? അത് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നുണ്ടോ മാണി സാറിന്? അതാണോ ഇപ്പോൾ കോടിയേരി പറഞ്ഞതിൻ്റെ അർത്ഥം? നടുക്കടലിലാകും. മുഖ്യമന്ത്രി അത് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ പുറത്താക്കില്ല. നടുക്കടലിലാകുന്നത് സർക്കാരാകും. പി സി ജോർജിന് കേരള രാഷ്ട്രീയത്തിൽ ഒരു അഴിമതി വിരുദ്ധ പ്രതിച്ഛായയുണ്ട്, സത്യമാണ്. അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ ശത്രു അദ്ദേഹത്തിൻ്റെ നാക്കാണ്. നാക്കുകൊണ്ടുള്ള ചില പ്രയോഗങ്ങൾ കൊണ്ട് ആൾക്കാരെ ശത്രുക്കളാക്കുകയും അദ്ദേഹം തരംതാണ രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്നു എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കപ്പെട്ടു അടുത്ത കാലത്ത്. അത് ബാർക്കോഴ വിവാദവുമായി ബന്ധപ്പെട്ടാണ് ബിജു രമേശൻ്റെ അച്ഛന് വിളിക്കുകയും ചെയ്തു. അതൊക്കെ വൃത്തികേടാണ്. പക്ഷേ അതൊക്കെ മാണി സാറിന് വേണ്ടിയാണ് വിളിച്ചത് ആയിരിക്കാം. അപ്പോൾ അത് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രയോജനം അദ്ദേഹത്തിന് ലഭിച്ചുമില്ല. പക്ഷേ പി സി ജോർജിന് അങ്ങനെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. ആ അഴിമതി വിരുദ്ധ പ്രതിച്ഛായയുള്ള പി സി ജോർജ് ഇപ്പോൾ രഹസ്യങ്ങളുടെ ഒരു കലവറ തന്നെയാണ്. സോളാർ കേസ് മുതൽ ഈ ബാർക്കോഴ കേസ് വരെ പി സി ജോർജ് സോളാർ കേസിലൊക്കെ അതിൻ്റെ ഏറ്റവും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്ന റെക്കോർഡ് ചെയ്ത രേഖകളുള്ള ആൾ, ശബ്ദരേഖകളുള്ള ആൾ പി സി ജോർജാണ്, അല്ലാതെ വേറെ ആരുമല്ല. എന്നോട് പി സി ജോർജ് പറഞ്ഞിട്ടുണ്ട്, ഈ സരിതയുടെ ഡ്രൈവറെയൊക്കെ പുള്ളി ഹാൻഡിൽ ചെയ്ത് എങ്ങനെയാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. മൊത്തം റെക്കോർഡ് ചെയ്ത് എടുത്തതിനെക്കുറിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അടിക്കും കൊല്ലും എന്നൊക്കെ പറഞ്ഞൊക്കെ ഇത് എഴുതി ഈ റെക്കോർഡ് ചെയ്ത കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അതുകൊണ്ട് പി സി ജോർജ് ഇതിൻ്റെ ഈ അഴിമതികളുടെ ഒരു കാലത്ത് കുറച്ച് നാൾ മുമ്പ് എല്ലാ അഴിമതി കഥകളും പി സി ജോർജിലേക്ക് ചെല്ലുമായിരുന്നു. ആ രീതിയിൽ ഉള്ള പി സി ജോർജിനെ UDF ഭയപ്പെടുന്നു എന്നുള്ള സത്യമാണ്. കാരണം പി സി ജോർജ് പുറത്തു പോയാൽ, LDFിലേക്ക് പോയാൽ ഏറ്റവും വലിയ UDFിലുള്ള പി സി ജോർജാണ് ദുർബലൻ. LDFിൽ പി സി ജോർജിനെ എടുക്കുന്നവർക്ക് മടിയില്ല. കാരണം R ബാലകൃഷ്ണപിള്ള അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട R ബാലകൃഷ്ണപിള്ള ചെന്നാൽ പോലും എടുക്കുമെന്ന പ്രതീതി LDF ശിക്ഷിച്ചു. അവിടെ പി സി ജോർജ് അപ്പുറത്ത് പോയാൽ ഏറ്റവും വലിയ പ്രഹരശേഷിയുള്ള ഒരു ബോംബ് LDFിൻ്റെ കയ്യിൽ UDFിനെ ലക്ഷ്യമിട്ട് തൊടുക്കാൻ തയ്യാറാക്കി നിർത്തുന്ന പോലെയാണ് ആ പ്രതീതി സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് പിന്നെ മറ്റൊന്ന്, ശ്രീ ഭാസ്കരപിള്ള പറഞ്ഞ പോലെ പി സി ജോർജ് ഇപ്പോൾ പോകാൻ പറ്റില്ല, MLA സ്ഥാനം പോകും. അതുകൊണ്ട് പി സി ജോർജ് പുറത്ത് മാണി ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് ഭാസ്കരപിള്ളയുടെ നേതൃത്വത്തിൽ സെക്കുലർ പുനരുജ്ജീവിപ്പിക്കും. എങ്ങനെയാണെന്നറിയോ? തേക്കിൻകാട് എന്ന് പറയുന്നത് തൊറ്റ തേക്കില്ല. പി സി ജോർജ് സെക്കുലറിനകത്ത് പി സി ജോർജ് ഉണ്ടാവില്ല. അതാണ് നടക്കാൻ പോകുന്നത്. റൈറ്റ്. അത് കൗതുകകരമായിട്ടുള്ള ഒരു നിരീക്ഷണം തന്നെയാണ്. ശ്രീ തോമസ് ചാഴിക്കാടൻ, നേരത്തെ ശ്രീ ഭാസ്കരപിള്ള പറഞ്ഞൊരു കാര്യമുണ്ട്, മക്കൾ രാഷ്ട്രീയത്തെ എതിർത്തപ്പോഴാണ് ഇത്രയധികം എതിർപ്പ് പി സി ജോർജിനോട് വന്നു തുടങ്ങിയത് എന്ന്. അതിനോടൊപ്പം തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, പി സി ജോർജിനെ ആണോ കൂടുതൽ മുഖ്യമന്ത്രി പേടിക്കുന്നത്, സർക്കാർ പേടിക്കുന്നത്? മാണി സാർ 8 MLA കൂടെ ഉണ്ടെന്ന് പറയുന്ന, പി സി ജോർജിനെ കൂട്ടുണ്ടല്ലോ, 8 MLA കൂടെ ഉണ്ടെന്ന് പറയുന്ന മാണി സാറിനേക്കാളും പേടി PK കുഞ്ഞാലിക്കുട്ടി, ശ്രീ രമേശ് ചെന്നിത്തല, മുഖ്യമന്ത്രി, ഇവരെല്ലാം ഇടപെട്ടുകൊണ്ട്, KPCC പ്രസിഡന്റ്, ഇവരെല്ലാം ആലോചിച്ചുകൊണ്ട് പരിഹരിക്കാൻ ശ്രമിക്കുന്ന ശ്രീ പി സി ജോർജ് പുറത്താക്കാൻ പറ്റുന്നില്ല. ഇത്രയധികം മാണി സാറിനെ അവഹേളിക്കുന്ന, പ്രതിസന്ധിയിലാക്കുന്ന പി സി ജോർജിനെ. ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചുകൊള്ളട്ടെ, മക്കൾ രാഷ്ട്രീയത്തെക്കുറിച്ച് പി സി ജോർജിന് പറയാൻ എന്ത് അവകാശമാണുള്ളത്? പി സി ജോർജ് കേരള കോൺഗ്രസ് പാർട്ടിയിൽ വന്ന് ലയിക്കുമ്പോൾ ബഹുമാനായ ശ്രീ ജോസ് കെ മാണി കോട്ടയത്തിൻ്റെ MP ആയി, കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധിയായി, UDFിൻ്റെ പ്രതിനിധിയായി ഇന്ത്യൻ പാർലമെൻറ്റിലുണ്ട്.
അതിനുശേഷം വീണ്ടും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ശ്രീ PC ജോർജ് അതിനെ എതിർക്കാൻ മുമ്പോട്ട് വന്നില്ലല്ലോ. ജോസ് കെ മാണി സാധാരണ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഓട് പൊളിച്ച് താഴെ ഇറങ്ങി വന്നതൊന്നും അല്ലല്ലോ, അകത്ത് കയറിയതല്ലല്ലോ. അദ്ദേഹം ജനങ്ങളുടെ വോട്ട് മേടിച്ച് അഭിമാനത്തോടു കൂടി പ്രവർത്തിച്ച് ഒരു തവണ 77,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചെങ്കിൽ പിന്നീട് രണ്ടാമത് ജയിച്ചപ്പോൾ 1,20,000-ത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. അദ്ദേഹം ജനങ്ങളുടെ വോട്ട് നേടി ജയിച്ച ആളാണെങ്കിൽ, ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ, രാഷ്ട്രീയ പ്രവർത്തനം നടത്തി എന്നതുകൊണ്ട് അത് KM മാണി സാറിൻ്റെ മകനാണ് എന്നതുകൊണ്ട് അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ അവകാശമില്ല എന്ന് പറയുന്നത് അർത്ഥശൂന്യമാണ്. PC ജോർജ് രണ്ടാമത്തെ ചോദ്യം തൽക്കാലം റിസർവ് ചെയ്യുകയാണ്. മുഖ്യമന്ത്രി PC ജോർജിനെ പേടിക്കുന്നുണ്ടോ KM മാണിയേക്കാൾ എന്നുള്ളത്? ഞാൻ അതിലേക്ക് വരാം. ശ്രീ ഭാസ്കരപിള്ള, ശ്രീ തോമസ് ചാഴിക്കാടൻ ഒരു ആനുകൂല്യം തന്നിട്ടുണ്ട്. PC ജോർജിന്റെ മകൻ രാഷ്ട്രീയത്തിലേക്ക് വന്നത് അദ്ദേഹം എടുത്ത് കാട്ടിയില്ല ഇത്രയും പറയുമ്പോഴും. ഇല്ല, ഒരു കാര്യം പറഞ്ഞോട്ടെ. PC ജോർജിൻ്റെ സെക്കുലർ പാർട്ടി കേരള കോൺഗ്രസ് എമ്മിൽ ലയിക്കുമ്പോൾ ജോസ് കെ മാണി MP അല്ല. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായിട്ട് ജോസ് കെ മാണി MP ആകുന്നത്. എങ്കിൽ പോലും ആ മക്കൾ രാഷ്ട്രീയത്തെക്കുറിച്ചല്ല, ഈ ആരോപണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ കേരള രാഷ്ട്രീയ രംഗത്ത് നടന്നപ്പോൾ ഒരു അഭ്യൂഹം പുറത്തു വന്നു. മാണി സാറ് മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് ജോസ് കെ മാണിയെ മന്ത്രിയാക്കാൻ പോകുന്നു എന്ന്. അവിടെ നിന്നുകൊണ്ടാണ് കഴിഞ്ഞ 35 വർഷക്കാലത്തെ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വളരെ തൻ്റെ ഇടത്തോടുകൂടി മുഖത്ത് നോക്കി അഭിപ്രായം പറയാൻ ശ്രീ TS ജോണും ശ്രീ PC ജോർജും തയ്യാറായത്. അതുവരെയും നമ്മുടെ നേതാക്കളുടെ ചുണ്ട് എങ്ങനെ അനങ്ങുന്നു എന്ന് നോക്കി അഭിപ്രായം പറയുന്ന നേതാക്കളെയാണ് നമ്മൾ കണ്ടിരുന്നത്. അതിനൊരു മാറ്റം വരുത്തിക്കൊണ്ട് ഈ അഭിപ്രായം പറഞ്ഞപ്പോൾ ഒരു കാര്യം നമ്മളെല്ലാം ശ്രദ്ധിക്കണം. പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാനായ PJ ജോസഫ് ഉൾപ്പെടെ സുസ്മേരവതനായിട്ട് അത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കേരള രാഷ്ട്രീയ രംഗത്ത് കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വന്ന വലിയ ഒരു വ്യതിയാനമായിട്ടാണ് നമുക്കതിനെ കാണുവാൻ കഴിയുന്നത്. പിന്നെ PC ജോർജിൻ്റെ മകനെ കൊണ്ടുവന്നു എന്നുള്ളത് പറയത്തക്ക രീതിയിൽ ആർക്കും കഴിയില്ല. PC ജോർജിൻ്റെ മകനെ രാഷ്ട്രീയത്തിലെ PC ജോർജ് കൈപിടിച്ചുയർത്തിയിട്ടില്ല. കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഷോൺ ജോർജിനെ പൂഞ്ഞാറിൽ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി മാണി സാർ പരമാവധി ശ്രമിച്ചതാ. എന്തിനാ? അങ്ങനെ കൊണ്ടുവന്നിട്ട് PC ജോർജും മക്കൾ രാഷ്ട്രീയത്തിന് അനുകൂലിയാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി. പക്ഷേ PC ജോർജ് വഴങ്ങിയില്ല. അവൻ വളർന്നു വരുന്ന കാലത്ത് അതായിക്കോട്ടെ, ഇപ്പോ ഞാനായിട്ട് കൊടുത്തു വേണ്ട. ശ്രീ തോമസ് ചാഴിക്കാടൻ, എന്തായാലും അതിന് മറുപടി പറയുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ നേരത്തെ ചോദിച്ച മുഖ്യമന്ത്രി PC ജോർജിനെ പേടിക്കുന്നോ എന്ന കാര്യം KM മാണി സാറിനേക്കാൾ അതുകൊണ്ട് അജണ്ടയിൽ PC ജോർജ് ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമാകുന്നല്ലോ. കാര്യങ്ങൾ വൈകിപ്പിച്ചു കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെയാണെന്ന് കരുതാമല്ലോ. അതൊന്ന്. പിന്നെ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ KM മാണി സാർ അഴിമതിയുടെ പേരിൽ ആരോപണ വിധേയനായി നിൽക്കുന്ന ഒരു ഘട്ടം തന്നെയാണ്. അതിനെ ലൈവാക്കി നിർത്താൻ ഈ ചർച്ചകൾക്കാകുന്നുണ്ട്. അത് മനസ്സിലാക്കുന്നില്ലേ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്? PC ജോർജിനെതിരെ ശബ്ദം ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ അഴിമതിയുടെ കഥകൾ പുറകിലേക്ക് പോകും എന്നുള്ളതിനേക്കാൾ ഇത് ജനങ്ങളുടെ ഇടയിൽ ഏറ്റവും ആത്യന്തികമായി ആ കഥ മുന്നിലേക്ക് വരും എന്നൊരു കാര്യം മനസ്സിലാക്കുന്നില്ലേ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്? PC ജോർജിനെ കുറിച്ച് അദ്ദേഹം അഴിമതിക്കെതിരെ പോരാടുന്നു, അദ്ദേഹം ഇന്ന് അഴിമതിക്കെതിരെ പോരാടുന്നവരുടെ മുൻനിരയിൽ നിൽക്കുന്നു എന്നൊക്കെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, PC ജോർജിനെ അഴിമതിയുടെ പേരിൽ കോടതി ശിക്ഷിച്ച കാര്യം ഇന്ന് കേരള സമൂഹം മറന്നിട്ടില്ല. ആ കാര്യത്തെക്കുറിച്ച് ആർക്കും ഒരു സംശയവുമില്ല. ജോർജിന് ഇന്ന് അഴിമതിക്കെതിരെ പോരാടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു സംഘടന രൂപീകരിച്ചപ്പോൾ ജനങ്ങൾ മൂക്കത്ത് കൈവിരൽ വെച്ച് ചിരിക്കുകയായിരുന്നു. അത്തരത്തിലുള്ള ജോർജ് ഇനിയും കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുവാൻ ശ്രമിച്ചപ്പോഴാണ് അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ചത്. ശ്രീ ഭാസ്കരപിള്ള പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മകൻ ഷോൺ ഇന്ന് രാഷ്ട്രീയത്തിൽ കടന്നു വരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ കടന്നു വരട്ടെ എന്ന്. ഷോൺ ഇന്ന് യൂത്ത് ഫ്രണ്ടിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. പ്രിയപ്പെട്ട ശ്രീ ജോസ് കെ മാണി കേരള യൂത്ത് ശ്രീ ഭാസ്കരപിള്ള പറഞ്ഞു, അതിനകത്ത് അദ്ദേഹം ഓർമ്മിപ്പിച്ചു, ഈ അഴിമതിയുടെ ആരോപണം വന്നപ്പോൾ ജോസ് കെ മാണിയെ മന്ത്രിയാക്കാനുള്ള ശ്രമം നടന്നപ്പോഴാണ് ഈ പ്രശ്നം കൊണ്ടുവന്നത് എന്നുള്ളത്. അവിടെയാണ് പ്രശ്നം വന്നത്. അല്ലാതെ മക്കൾ രാഷ്ട്രീയത്തെ വേറെ രീതിയിലല്ല അദ്ദേഹം കണ്ടത്. അത് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. അതുകൊണ്ട് ശ്രീ തോമസ് ചാഴിക്കാടനിലേക്ക് ചോദിക്കുകയാണ്, എന്താണിപ്പോൾ വ്യാഴാഴ്ച എന്നതാണോ ഡെഡ് ലൈൻ കൊടുത്തിരിക്കുന്നത്? അന്നാണോ എല്ലാം തീരുമാനിക്കപ്പെടുന്നത്? അതിനപ്പുറം മുഖ്യമന്ത്രിക്ക് സമയമില്ലേ?
ഞാനൊരു കാര്യം സൂചിപ്പിക്കട്ടെ. ബഹുമാനനായ മുഖ്യമന്ത്രിയുടെ അടുത്ത്, UDFൻ്റെ ചെയർമാൻ്റെ അടുത്ത് കേരള കോൺഗ്രസ് പാർട്ടിയിലെ PC ജോർജ് ഒഴിച്ചുള്ള 8 MLA-മാർ ഒരുമിച്ചിരുന്ന് ആലോചിച്ച് PC ജോർജിൻ്റെ ഇത്തരത്തിലുള്ള നടപടികളുമായി മുമ്പോട്ട് പോകുവാൻ അനുവദിക്കാൻ പാടില്ല എന്ന് തീരുമാനിക്കുകയും അതനുസരിച്ച് PC ജോർജിനെ ചീഫ് വിപ്പ് സ്ഥാനത്തു നിന്ന് നീക്കുകയും കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധിയായി UDF-ൽ പങ്കെടുക്കാൻ അനുവദിക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനായ പാർട്ടി ചെയർമാൻ, പാർട്ടിയുടെ ലീഡർ KM മാണി സാറ് കത്ത് നൽകിയുണ്ടായി. അത് സ്വാഭാവികമായും UDF-ലെ ഘടകകക്ഷികളുമായി ചർച്ച ചെയ്യേണ്ടതാണ് എന്ന് ബഹുമാനായ മുഖ്യമന്ത്രി മാണി സാറിനെ അറിയിച്ചു. അങ്ങനെ ചർച്ച ഘടകകക്ഷികളിൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ, മുൻ കീഴ്വഴക്കങ്ങൾ അങ്ങനെ ഇല്ലല്ലോ. അത് മുഖ്യമന്ത്രി വെറുതെ സമയം നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞാണ് ശ്രീ ചാഴിക്കാടൻ. പെട്ടെന്ന് മറുപടി പറയുകയാണെങ്കിൽ UDF എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന വിവിധ ഘടകകക്ഷികളുള്ള ഒരു പ്രസ്ഥാനമാണ്. അവിടെ ചർച്ച ചെയ്ത് മാത്രമേ പോകാൻ കഴിയൂ. പക്ഷെ അത് മുമ്പില്ലാത്ത കഴിവൊക്കെ ശ്രീ ഭാസ്കരപിള്ള, എന്തായാലും വ്യാഴാഴ്ച എന്നാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പറയുന്നത്. തിങ്കളാഴ്ചയുടെ ഒരു കണക്ക് ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞ് മാണി സാർ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നന്നായി വരുന്ന ഒരു നിമിഷം ശ്രീ PC ജോർജും വൈകുന്നേരം വാർത്താ സമ്മേളനത്തിൽ സ്വപ്നം കണ്ടു. എന്താണ് നടക്കുക? ഇനിയും അഴിമതിയുടെ പേര് പറഞ്ഞ് വരാൻ സമയമില്ല. ശ്രീ R ബാലകൃഷ്ണപിള്ള പറഞ്ഞ പോലെ അവസാനത്തെ ഒരു ബസ്സാണെന്ന് വേണമെങ്കിൽ കൂട്ടാം. പറ്റിയ അവസരം എന്താണ് നടക്കുക? പാർലമെൻ്ററി പാർട്ടി ലീഡർ എന്നുള്ള രീതിയിൽ മാണി സാറ് PC ജോർജിനെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന് മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്തു എന്നുള്ളത് സത്യമാണ്. പക്ഷേ സാങ്കേതികമായിട്ടത് ശരിയുമാണ്. പാർലമെൻ്ററി പാർട്ടി ലീഡർക്ക് കൊടുക്കാം. പക്ഷേ നേരത്തെ ഇവിടെ അജിത്ത് സൂചിപ്പിച്ചതുപോലെ ഇന്ന് കേരള കോൺഗ്രസ് M എന്ന് പറയുന്നത് KM മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസും ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസും PC ജോർജിൻ്റെ നേതൃത്വത്തിലുള്ള സെക്കുലർ കേരള കോൺഗ്രസും ഒരുമിച്ച് ഒരു കോൺഫെഡറേഷൻ എന്നുള്ള മട്ടില. ഏത് ഭരണഘടന അനുസരിച്ചാണ് അദ്ദേഹം ഇത് കൊടുത്തത്? ഇന്ന് ഭരണഘടന പോലും ഇല്ലാത്ത രീതിയിലേക്ക് കേരള കോൺഗ്രസ് സമയമില്ല ശ്രീ ഭാസ്കരപിള്ള. ആ ഭരണഘടനയൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് അംഗീകരിക്കാൻ പറ്റില്ല. അവിടെ ഏത് ചിഹ്നത്തിൽ മത്സരിച്ചു നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. ശ്രീ ഭാസ്കരപിള്ള, എന്നാണ് ആ ലാസ്റ്റ് ഡേറ്റ്? അതാണ് അറിയേണ്ടത്. എന്താണ് ക്രൂഷ്യലായി UDF-ന്റെ തീരുമാനത്തിന് ബദലായുള്ള രാഷ്ട്രീയ നീക്കം ശ്രീ PC ജോർജ് നടത്താൻ പോകുന്നത് എന്ന്? തിങ്കളാഴ്ച April 6 അന്ന് തന്നെയാണോ? ഇല്ല, ചീഫ് പോകുന്നു എന്നുള്ളതിനകത്ത് അതൊരു വലിയൊരു തീരാ നഷ്ടമാണെന്നുള്ള തോന്നൽ PC ജോർജിനില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഇല്ല. പക്ഷെ വരട്ടെ, നമുക്ക് അവിടെ വെച്ച് കാണാം. അവിടെ വെച്ച് എന്താണ് സംഭവിക്കുന്നത് അറിയട്ടെ. ഈ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അവസാനിപ്പിക്കാം. ഒരു മിനിറ്റിൽ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? PC ജോർജിന്റെ ചീഫ് വിപ്പ് സ്ഥാനം പോകും. പക്ഷെ അദ്ദേഹം അത് പണ്ടേ വലിയ കാര്യമായി എടുത്തിട്ടില്ല. പക്ഷേ അവിടെ അടങ്ങിയിരിക്കില്ലല്ലോ ശ്രീ PC ജോർജ്. നിർണായക ദിനങ്ങൾ വരാൻ പോവുകയാണോ? PC ജോർജിനെ പുറത്താക്കാനാണെങ്കിൽ മുന്നണി മര്യാദ അനുസരിച്ച് ഒരു പാർട്ടിയുടെ നേതാവ് എഴുതി കൊടുത്താൽ ആ സ്ഥാനം ഒഴിവാക്കേണ്ടതാണ്. അങ്ങനെയാണ് പണ്ട് എല്ലാ മുന്നണി മര്യാദകളും. അതുകൊണ്ട് ഇവിടെ PC ജോർജിനെ ഒഴിവാക്കാത്തതിൽ നിന്നും മറ്റു ഘടകകക്ഷികളുമായി ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞതിൽ നിന്നും PC ജോർജിനെ ആ സ്ഥാനത്തു നിന്ന് ഒഴിവാക്കാൻ UDF-നാവില്ല. അങ്ങനെ ഒഴിവാക്കിയാൽ UDF വലിയൊരു ദുരന്തം അല്ലെങ്കിൽ വലിയൊരു ആക്രമണം PC ജോർജിന് പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല PC ജോർജ് ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയെയും ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ UDF-ൽ നിന്ന് വിട്ടുപോകാൻ PC ജോർജിന് ഉദ്ദേശമില്ല. MLA സ്ഥാനം കളയാൻ ഉദ്ദേശമില്ല. എന്നാൽ ഒരു പാർട്ടി, പഴയ പാർട്ടി സെക്കുലർ ഉണ്ടാക്കിക്കൊണ്ട് അദ്ദേഹം ഞാൻ ഒഴിഞ്ഞു പോയിക്കോളാം എന്ന ഒരു ഫോർമുലയാണ് PC ജോർജ് ഉന്നയിച്ചിരിക്കുന്നത്. ഈ ഫോർമുലയോട് ശ്രീ KM മാണി എങ്ങനെ പ്രതികരിക്കും? ആ അനുകൂലമായി അല്ലെ PC ജോർജിനെ ഒഴിഞ്ഞു പൊക്കോളൂ എന്ന് പറയുകയല്ലാതെ അദ്ദേഹത്തിന് എന്ത് ബാർഗനിങ് കപ്പാസിറ്റിയാണ് ഉള്ളത്? കാരണം ഇവിടെ LDF-ലേക്ക് ശ്രീ KM മാണി എടുക്കില്ല. ബാർക്കോഴയ്ക്ക് മുമ്പുള്ള KM മാണിയും ബാർക്കോഴയ്ക്ക് ശേഷമുള്ള KM മാണിയും വ്യത്യസ്തമാണ്. അതിനു മുമ്പ് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയും LDF-ന്റെ പ്രിയങ്കരനുമായിരുന്നു. അതുകൊണ്ട് അതിനുശേഷം അദ്ദേഹം അത്ര പ്രിയങ്കരനല്ലാതായി വന്നതോടുകൂടി ശ്രീ PC ജോർജിനെ MLA ആയിട്ട് നിലനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ചീഫ് വിപ്പായിട്ട് നിലനിർത്തിക്കൊണ്ട് ഒരു അനുരഞ്ജന ഫോർമുല അല്ലാതെ വേറൊരു മാർഗവും ഞാൻ കാണുന്നു. എന്തായാലും ആരാണ് ആത്യന്തികമായി ജയിക്കുക എന്നുള്ളത് വരുന്ന ആഴ്ചയിൽ, ഈസ്റ്റർ മാത്രം അല്ല, ഈസ്റ്റർ കഴിഞ്ഞുള്ള വലിയ രാഷ്ട്രീയത്തിലെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കാഴ്ച കൂടി നമ്മൾ അന്വേഷിക്കേണ്ടി വരും. ആ കാഴ്ചകൾ ചർച്ച ചെയ്യേണ്ടി വരും. എന്തായാലും ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെ നന്ദി ശ്രീ ഭാസ്കരപിള്ള, ശ്രീ തോമസ് ചാഴിക്കാടൻ, ശ്രീ അജിത് കുമാർ.